Hello, good morning. Good morning, madam. Hello. Hello, good morning. Good morning. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Yes. Good morning, all of you, once again. Now, let's start our introduction class. Before starting introduction class, let me introduce myself, and with your permission, I'm going to put your sound off. That means I'm going to mute all of you because there will be disturbances in our classes, and it will affect those people who are watching the recorded class. So with your permission, shall I? Yes. Yes, thank you. And myself, my name is Nisha, and I'm a faculty of Smartsri Edu Consultancy, and welcome all of you to this introduction class. Okay. Still students are joining. Let them come, but we have to start our session on time, right? അല്ലേ നമുക്ക് തുടങ്ങാലോ വരട്ടെ അല്ലേ ബാക്കിയുള്ളവർ വരട്ടെ വി ഹാവ് ടു ബി പങ്ക്ച്വൽ എവ്രിവർ എല്ലായിടത്തും നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പാടില്ല അല്ലേ അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ ശരിയായ രീതി പുറത്തെടുക്കാൻ പാടില്ല നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നമ്മള് പങ്ക്ച്വൽ ആകും ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും 5 മിനിറ്റ് വൈകി 10 മിനിറ്റ് വൈകി അങ്ങനെയൊക്കെ ആകും സോ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ബിഗിനിങ് ഓഫ് ദ ഡേ ഇറ്റ്സെൽഫ് വി ഹാവ് നോട്ട് ടു ഷോ അവർ റിയൽ ക്യാരക്ടർ നമ്മൾ ശരിയായ സംഭവം പുറത്തെടുക്കാൻ പറ്റില്ല അല്ലേ ഓക്കെ ഒരു വരട്ടെ ലെറ്റ് ദം ജോയിൻ നമുക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായിട്ടുണ്ട് 3 മിനിറ്റ്സ് ഓൾറെഡി കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം 10:30 അല്ലേ ക്ലാസ് പറഞ്ഞത് ഇൻട്രോ ക്ലാസ്സിന്റെ ടൈം ഈസ് ഗിവൺ ആസ് 10:30 റൈറ്റ് യെസ് ഓർ നോ യു ക്യാൻ എക്സ്പ്രസ് യുവർ കമന്റ്സ് ഓർ something with your എന്താ പറയാ can convey it through your messages or comments നിങ്ങൾ ടൈപ്പ് ചെയ്തോ നിങ്ങളുടെ കമന്റുകളായിട്ടൊക്കെ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക ഓക്കെ എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ റീസൺ ഞാൻ പറയാം ഇത് നിങ്ങളെ ഓൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ബിക്കോസ് നമ്മൾ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വട്ടവട്ട ക്ലാസ്സസ് എന്ത് ക്ലാസ് ആയാലും എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ലാസ്റ്റ് 10 മിനിറ്റ്സ് വിൽ ബി പ്രൊവൈഡഡ് ടു യു ടു ക്ലിയർ ഔട്ട് നിങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രോ ക്ലാസ് മാത്രമല്ല യൂഷ്വലി നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും എടുക്കുക ബിക്കോസ് ഈ ഡിസ്റ്റർബൻസ് വരും കാരണം ഇപ്പൊ കുട്ടികൾ നമ്മൾ കണ്ടില്ലേ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വൈകി ജോയിൻ ചെയ്യും അവർ വൈകി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് മ്യൂട്ട് ചെയ്യുമ്പോഴാണ് ജോയിൻ ചെയ്തതിന് ശേഷം മ്യൂട്ടും വീഡിയോന്റെ ഒക്കെ ആ ഓപ്ഷൻസ് അവിടെ ക്ലിയർ ആയി വരുള്ളൂ അല്ലെ തെളിഞ്ഞു വരുള്ളൂ അപ്പൊ അത് എടുക്കുമ്പോഴേക്കും അതിന് കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ സമയം എടുക്കും ചിലർ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല സമയം എടുക്കും അപ്പോഴേക്കും എന്ത് ചെയ്യും അതിങ്ങനെ ഓണായി നിൽക്കുന്നത് കൊണ്ട് നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ടീച്ചർ അപ്പൊ ഇത് എക്കോ പോലെ ഫീൽ ചെയ്യും
എക്കോ വരുമ്പോൾ എന്താണ് ടീച്ചർ ക്ലാസ്സിൽ അത്രയും നേരം പറഞ്ഞത്, ആ ഒരു അത്രയും മിനിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ്സിൽ ടീച്ചർ എന്താ പറഞ്ഞതെന്ന് നമുക്ക് ക്ലിയർ ആകില്ല. മോസ്റ്റ്ലി ഇത് അഫക്ട് ചെയ്തത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരെയാണ്. യു ഹാവ് എൻ ഓപ്ഷൻ ടു വാച്ച് ദിസ് സെഷൻ ഓഫ് ക്ലാസ്സസ് ത്രൂ റെക്കോർഡഡ്, അല്ലെ? റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടുമാണ് കുറെ പേരൊക്കെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് കൂടി അറിഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സ്മാർട്ട് ശ്രീയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം, അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അതായത് നമുക്ക് ലൈവില് അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും പിറ്റേ ദിവസം മോർണിംഗിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് തരും. ആൻഡ് യു ക്യാൻ വാച്ച് ഇറ്റ്. അതിൽ നോക്കാം. അതെല്ലാം ഞങ്ങൾക്ക് ക്ലാസ്സിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ജോലിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയവർക്ക് തീർച്ചയായിട്ടും ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. സോ അതെല്ലാം അവരെ അഫക്ട് ചെയ്യും. ആ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് തോന്നും റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ. നമ്മൾ ഇരിക്കുമ്പോൾ ലൈവിൽ ഇരിക്കുമ്പോൾ അത്രയും നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ അവരെയായിരിക്കും അത് കൂടുതൽ എഫക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ റീസൺ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് 5 or 10 minutes ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരും. അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിനോട്. അവർക്ക് എന്തെങ്കിലും ആ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്തിട്ട് ടീച്ചേഴ്സിന് ഇറങ്ങാൻ പറഞ്ഞു. ബിക്കോസ് അന്നത്തെ ക്ലാസ് അന്ന് തന്നെ ക്ലിയർ ചെയ്യാതെ പിറ്റേ ദിവസം വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ്, അല്ലെ? 6 months കോഴ്സ് ആണ്. 6 months കഴിഞ്ഞ് 1 വർഷവും കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും തീരുക. നമുക്ക് ഒരു 8 മാസം അല്ലെങ്കിൽ 7.5 മാസം കൊണ്ട് എല്ലാം, അതായത് സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ തീർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചില അവധികൾ വരാം, അല്ലെ? അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഒരു കുറച്ച് നീണ്ടകമോ സ്റ്റഡി ലീവ്സ് വരും, ഓക്കെ, എക്സാമിന് വേണ്ടി. അപ്പൊ അതൊക്കെ കാരണം ഉണ്ടാട്ടോ നമ്മൾ ഇത്രയും സമയം ഞാൻ പറഞ്ഞത്. 6 months കോഴ്സ് ആണെങ്കിലും എല്ലാം കൂടി ഉൾപ്പെടെയല്ല 6. അപ്പൊ അതുകൊണ്ട് അപ്പൊ ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് 5 or 10 minutes ചോദിക്കാം. മറ്റേതെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് മീൻസ് റിഗാർഡിംഗ് ദ കോഴ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കരുത്. വരുന്ന എല്ലാ ടീച്ചേഴ്സിനോടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ്സിൽ 2 മണിക്കൂർ ക്ലാസ് ആണ്. ആ ടീച്ചറിനോട് വന്നപ്പോ തന്നെ എന്തെങ്കിലും ചോദിച്ചു, ടീച്ചറിന് ഏത് വ്യക്തമായി ഉത്തരം കിട്ടിയില്ല, നെക്സ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് അവറും അടുത്ത ടീച്ചറോടും ചോദിച്ചു, യു വിൽ നോട്ട് ഗെറ്റ് എനി കറക്റ്റ് സൊല്യൂഷൻ, അപ്പോഴും കിട്ടിയില്ല. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വെറുതെ ആ ഒരു ടൈം അത് വെറുതെ നമ്മൾ എന്താ പറയാ പാഴാക്കി കളയാണ്. സോ അത് നമ്മൾ ഒഴിവാക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരം കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മുഖം ഉറപ്പ് വെച്ചോ, ഇടയ്ക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. എന്റെ പേര് പറഞ്ഞിട്ട് തന്നെ ഓർമ്മയുണ്ടോ? മറന്നോ? അപ്പോഴേക്കും ഞാൻ പേര് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യും പെട്ടെന്ന്. മറന്ന്, അപ്പൊ തന്നെ മറന്ന്. ഓ, എനിപ്പടി? യെസ്, കേട്ടു. ഓക്കെ, നിഷാദാണ് പേര്. അപ്പൊ നിഷാ മിസ്സിനെ വിളിക്കണം എന്ന് പറയാം. ടീച്ചറോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിക്കുന്നതല്ല, അതിനല്ലാതെ അതിലുപരി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിഷാ മിസ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ടീച്ചർ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു വിളിപ്പാടകളെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അല്ലാതെ എല്ലാ ടീച്ചേഴ്സിനോടും വന്ന് നമ്മൾ ഡൗട്ട്സ് ഒന്നും ചോദിക്കണ്ട. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം അവിടെ നമ്മൾ 5 or 10 minutes 15 minutes സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ക്ലാസിന്റെ ആ ഒരു പോർഷൻസ് തീരാനുള്ളത് വൈകും. ഓക്കെ, സോ അത് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഞാൻ റിക്വസ്റ്റ് ആണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും ചില സ്റ്റുഡൻസ് ഇതുപോലുള്ള സംശയങ്ങൾ ടോപ്പിക്കിനല്ല അല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ടീച്ചേഴ്സിനോട് ചോദിച്ചോണ്ടില്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഐ തിങ്ക് യു ഹാവ് ജോയിൻഡ് ടു ലേൺ ഓർ ടു നോ what is hospital administration and what are the opportunities behind this course, and also what are the specialities we have to study regarding this course. നിങ്ങൾക്ക് ഈ കോഴ്സ് കേട്ടപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മീഡിയാസ് വഴി നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നോ അത് സ്മാർട്ട് ശ്രീ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ യു മേ ബി വെരി ക്യൂരിയസ് ഓർ eager to know what are the things going on here. അല്ലെ, ഇവിടെ എന്താ നടക്കണേന്നൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെ? ബിക്കോസ് അതിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്, അല്ലെ? ഇത് ഫേക്ക് ആണോ, ശരിയാണോ, ഇങ്ങനെയൊക്കെ ഇത്രയും രൂപയ്ക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നു, അല്ലെ? യു മേ ഹാവ് ഡൗട്ട്സ്, ഇല്ലേ? ആർക്കും അങ്ങനത്തെ എന്താ പറയാ ഡൗട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല? സംശയം 6000 രൂപയ്ക്ക് എന്തുകൊണ്ട് ഈ കോഴ്സ് ഇവർ ഓഫർ ചെയ്യുന്നു? 6000-ന്റെ അപ്പുറത്ത് ഒരു 0 കൂടി ഇട്ടാലാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നിങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ ചെക്ക് ചെയ്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നു. ഫോണിക്കിന്റെയൊക്കെ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര രൂപയ്ക്കും 60,000, 45,000, 50,000, 75,000 ഇങ്ങനെ
ഒരു അക്കം, ഒരു ഡിജിറ്റ് കൂടി അവിടെ ഒരു 0 അവിടെ കൂടിയത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. സംശയം ഇല്ലാതിരുന്ന ആരെങ്കിലും ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തു, ആ ഒരു വാചകത്തിൽ മാത്രം ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്ത എനിക്കടി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത്രയും ആ ഒരു ധൈര്യത്തെ എനിക്കൊന്ന് പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും ധൈര്യത്തോടെ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ. എനിപ്പടി ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഹാൻഡ് റൈസ് ചെയ്യോ? Yes, nobody. That means you all have some doubts regarding Smart Sri Edu Consultancy and what we are going to do. Is it fake or not? അല്ലെ, ഇതൊക്കെ ശരിയാണോ, വല്ലതൊക്കെ നടക്കോ? എന്തായാലും കുഴപ്പമില്ല. 1000 രൂപയല്ലേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പോട്ടെ, അത് പോയാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക് ശരിയാണോ തെറ്റാണോ. 1000 രൂപ അടച്ചത് പോയിട്ടുണ്ടാവോ? ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു 1000 രൂപ പോയിന്ന് തോന്നുന്നു. അവര് എങ്ങനെയൊക്കെയാ ക്ലാസ് ഉണ്ടാവോ, ഇതൊക്കെ വെറുതെ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇത് ഫേക്ക് ആണോ? ഇത്രയും ദൂരെയുള്ള ആളുകളാണ് കൂടുതലും സ്റ്റുഡൻസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരളത്തിലെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലുമുള്ള കുട്ടികളാണ് നമ്മളിപ്പോ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആകെ എത്രയാണ്, ഇത്രയും 53 സ്റ്റുഡൻസ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, സ്ട്രെങ്ത് കൂടുതലുണ്ടായിരിക്കും, അവർക്ക് റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കാണാം എന്നുള്ള രീതിയിലായിരിക്കും ലൈവിൽ ഇപ്പോ ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ കയറാത്തത്. അപ്പൊ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോ തീർച്ചയായിട്ടും അതിപ്പോ ഞാനാണെങ്കിൽ പോലും എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു പ്രതിനിധി ഞാൻ കൂടിയാണ്. ഇതുപോലെ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത കോഴ്സ് പഠിക്കേണ്ട ആ സ്ഥാനത്ത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തുകൊണ്ടാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല മര്യാദയ്ക്ക്. ഇത് 1000 രൂപ അടച്ചത് പോയി, അത് കുഴപ്പമില്ല, 1000 അല്ലേ പോയുള്ളൂ, നമുക്ക് നോക്കാം എവിടെയാണ്. എന്തൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കയറുമ്പോൾ നമുക്ക് ഒന്ന് തീരുമാനിക്കാം. അപ്പൊ വേണോ, കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്ന് നമുക്ക് അന്നേരം തീരുമാനിക്കാം എന്നൊക്കെയുള്ള പല പല ചിന്തകളുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിവേസ് നമുക്ക് എന്താ പറയാ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാം. ആൻഡ് ഐ give you promise that you will be able to follow our classes and also you will like we all. നമ്മളെ എല്ലാവരെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലെ. ഇപ്പൊ നമ്മളുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 21st ബാച്ചുകാരാണ് നിങ്ങൾ. 20 ബാച്ചസ് ഓൾറെഡി ഇവിടെ ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ദാറ്റ് മീൻസ് കുറെ കുട്ടികളൊക്കെ കഴിഞ്ഞു, സർട്ടിഫിക്കേഷനും കഴിഞ്ഞു. നമ്മള് 12th ബാച്ചിന്റെ ഒരു ഗ്രാജുവേഷൻ സെറമണിയാണ് ലാസ്റ്റ് സാറ്റർഡേയിൽ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തത്. 12th ബാച്ചിന്റെ. ദാറ്റ് മീൻസ് 12 ബാച്ചസ് ഓൾറെഡി നമ്മളിൽ നിന്ന് പഠിച്ചു വിടുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ കുറച്ച് കുട്ടികൾ ഇതിന്റെ തന്നെ PGയും ക്യാരി ഓൺ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, സോ പ്ലീസ് ട്രസ്റ്റ് us. ഞങ്ങളെ വിശ്വസിക്കാം, ഫേക്ക് അല്ല, നമ്മൾ നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. പല മാധ്യമങ്ങളിലൂടെ വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. വാട്ട് യു മീൻ ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ഇറ്റ് ഈസ് ടു മാനേജ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പൊ എന്തായിരിക്കും? റിയലി obviously it is to manage a hospital as a whole. തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേഷൻ എന്ന് വാക്കിന്റെ അർത്ഥം മാനേജ്മെന്റ് എന്നാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ ആസ് എ ഹോൾ മൊത്തത്തിൽ നമ്മൾ മാനേജ് ചെയ്യുക. നമുക്കറിയാം, we can see there are a lot of a large number of departments functioning in a hospital അല്ലെ. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകാത്ത ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലെ. എല്ലാവരും തന്നെ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും കാര്യത്തിന് ചെറിയ പനി വന്നതോ ചുമ വന്നതോ അല്ലെ, ചിലർക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടോ ഹോസ്പിറ്റൽസിൽ പ്രവേശിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ആർക്കെങ്കിലും, നമ്മളുടെ റിലേറ്റീവ്സിനോ നമ്മളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും വയ്യായിട്ട് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ അപ്പോഴെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ. ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ the answer will be no എന്ന് തന്നെയാണ്. കാരണം due to our lifestyle, our food habits, we are ignoring our health. നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ തന്നെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഇന്നുള്ളത് അല്ലെ. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒരുപാട് അധ്വാനവും ഹാർഡ് വർക്കിംഗ് ഒക്കെ ഫിസിക്കലി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യന്മാർ മാറി. ഇന്ന് വൈറ്റ് കോളർ ജോബും AC-ലിരുന്ന് ജോലി ചെയ്യാനും ഒക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. ഫിസിക്കൽ ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ആ കലോറീസിനെയൊക്കെ എന്താ പറയാ ബേൺ ചെയ്ത് കളയാനുള്ള ഒരു ആക്ടിവിറ്റീസും വി ആർ നോട്ട് ഡൂയിങ് അല്ലേ. ചിന്തിച്ചു നോക്ക്, ഇല്ലേ? നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത്ര വലിയ അധ്വാനം നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് വായന നാക്ക് കൊണ്ട് ഇങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ പറയും. അവിടെ വലിയ അധ്വാനമല്ല, ഫിസിക്കൽ ആയിട്ടുള്ള എനർജി നമ്മൾ എന്താ പറയാ ഇങ്ങനെ ബേൺ ചെയ്ത് കളയാതെയൊക്കെയാണ് നമ്മൾ
ജീവിക്കുന്നത്. ഈവൻ ഒരു എക്സസൈസ് ചെയ്യാൻ പോലും നമുക്ക് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അല്ലെ. വി ആർ വെരി ബിസി വിത്ത് ഓൾ അതർ ആക്ടിവിറ്റീസ്. മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കും. വേണ്ട, നാളെ തുടങ്ങാം, എക്സസൈസ് ചെയ്ത് തുടങ്ങും, കുറച്ച് ഹെവി ആയി തുടങ്ങി, അതുകൊണ്ട് ബോഡി ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി എക്സസൈസ് ചെയ്യണം, രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യണം, അത് ഇതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ വി വിൽ പോസ്റ്റ്പോൺ ഇറ്റ് ഫോർ അനദർ ഡേ. നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കും, അടുത്ത ദിവസം ആവട്ടെ, അടുത്ത ദിവസം ആവട്ടെ. സോ ഇതുപോലെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. മാത്രമല്ല നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ എന്താ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നില്ല അല്ലെ. ജോലിയുടെ ഒരു എന്താ പറയാ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് കൃത്യസമയത്തിന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ള വല്ല ഫാസ്റ്റ് ഫുഡ് തട്ടുകടയോ മറ്റൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അവിടെ നിന്ന് വാങ്ങുക, ഓർഡർ ചെയ്ത് കഴിച്ചോളാം, കുഴപ്പമില്ല, വീട്ടിലെ ഫുഡൊക്കെ ഓക്കെ. അത് ഇപ്പൊ കെട്ടിച്ചോണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ there is an increased demand for health care institutions or hospitals. ഇങ്ങനെ വന്നപ്പോ എന്ത് സംഭവിച്ചു, ഈ ഹോസ്പിറ്റല് ആരോഗ്യ സംരക്ഷണ മേഖലകളുടെ ഒരു വികസനം, ഒരു വളർച്ച എന്ന് പറയുന്നത് കുറച്ച് ദ്രുതഗതിയിലായി എന്ന് പറയാം നമുക്ക്. കാരണം എന്താ, ഇഷ്ടംപോലെ രോഗികളുണ്ട്. പോപ്പുലേഷൻ സെൻസസിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് മെനി ഓഫ് ദ പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നിൽക്കുന്നവരാണ്. എന്തെങ്കിലും രോഗമില്ലാത്തവരുണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. ബിക്കോസ് അതാണ് നമ്മുടെ മനുഷ്യരുടെ തന്നെ, നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ നമ്മൾ വരുത്തി വെക്കുന്ന രോഗങ്ങളും കൂടാതെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയും മറ്റ് വേൾഡിലും നടക്കുന്ന പലതരത്തിലുള്ള വൈറൽ ഡിസീസസും എല്ലാം കൊണ്ടും മനുഷ്യന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. സോ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി ട്രീറ്റഡ് അല്ലെ. രോഗം വന്ന് എന്ത് ചെയ്യണം, ചികിത്സിക്കണം, ട്രീറ്റ് ചെയ്യണം. സോ അതിന് ട്രീറ്റ്മെന്റ് എവിടെയാണ് കിട്ടുക? ഇറ്റ് ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അല്ലെ. ആരോഗ്യ സംരക്ഷണ മേഖലകള് ഹോസ്പിറ്റൽസ് തന്നെയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ, ഇങ്ങനെ ആരോഗ്യ സംരക്ഷണം കുറച്ച് കൂടുതൽ അതിന്റെ ആവശ്യകത കൂടി വന്നപ്പോ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഹാവ് ഡെവലപ്ഡ് ഓർ ഈവൻ നൗ ദേ ആർ എമർജിങ്. കൂടുതൽ ഹോസ്പിറ്റൽസും ആരോഗ്യ സംരക്ഷണ മേഖലകളും വികസിക്കാൻ തുടങ്ങി. പുതിയത് കൂണ് പോലെ മുളച്ചു പൊങ്ങാൻ തുടങ്ങി. ബിക്കോസ് ഇനി ഉള്ള കാലഘട്ടം ഹോസ്പിറ്റൽസിൽ ആശ്രിതം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓർഗനൈസേഷൻസ് ഇറ്റ് വിൽ നോട്ട് ഗോ ഡൗൺ. അതിന്റെ ആ ഒരു എന്താ പറയാ ഡിമാൻഡിങ് ഒരിക്കലും താഴേക്ക് പോകില്ല അല്ലെ. ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡിങ് താഴേക്ക് പോകുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത്രയും അധികം രോഗങ്ങളും രോഗികളുമാണ് നമുക്ക് ചുറ്റും നമ്മളുമായിട്ട് ഉള്ളവര്. അപ്പൊ എന്തായാലും ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് തുടങ്ങാൻ ഇന്ന് ആളുകൾ എന്താ പറയാ പല കാര്യങ്ങളും കണ്ടെത്തും. ബിക്കോസ് അത്രയും എന്താ പറയാ പലതരത്തിലുള്ള ഡിസീസസ് നമ്മളുടെ ബോഡിയിൽ എത്രയൊക്കെ ഓർഗൻസ്, എത്രയൊക്കെ അവയവങ്ങളും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് എന്തൊക്കെ ഉണ്ടോ ഇതിനെല്ലാം ബാധിക്കുന്ന പല രോഗങ്ങൾക്ക് പല പുതിയ പേരില് ഇങ്ങനെ പുതിയത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ഇത്രയധികം ഡെവലപ്ഡ് ആകാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് എന്ത് പറ്റിയെന്നറിയോ, ഈ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും ഇത്രയധികം വികസനവും വളർച്ചയും വന്നു കഴിഞ്ഞപ്പോ I think the demand for some skilled professionals to manage each and every department in the hospital becomes very important or relevant. എന്ത് പറ്റി, ഇത്രയും അധികം വികസനങ്ങൾ ഹോസ്പിറ്റൽസിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കാർഡിയോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഒബ്സ്റ്റട്രിക്സ് ഉണ്ട്, ജെറിയാട്രിക്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് നമ്മുടെ സിലബസിൽ ഓൾറെഡി അത് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് യു വിൽ ലേൺ ഇറ്റ്, അത് നിങ്ങൾ പഠിക്കും. അപ്പൊ ഇത്രയധികം ഡിപ്പാർട്ട്മെന്റ് വലിയ മൾട്ടി സ്റ്റോറിഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തേ, ലൈക്ക് രാജഗിരി, ആസ്റ്റർ മെഡ്സിറ്റി അല്ലെ, നിങ്ങളുടെ പ്രദേശത്തുള്ള വലിയ ഹോസ്പിറ്റൽസ് ഒന്ന് നോക്കിയേ. നിങ്ങളൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അങ്ങനെ നടന്ന് ആ വഴി കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നോക്കുക. സോ ഈച്ച് ആൻഡ് എവറി ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ടു ബി മാനേജ്ഡ്. അപ്പൊ ഇതിനെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. കാരണം എന്താ, ഓരോ ഭാഗത്ത് വികസനങ്ങൾ വരുമ്പോൾ എന്നുവെച്ചാൽ ഇത്രയും വലിയ തോതിൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അഴിഞ്ഞു കുഴഞ്ഞു പോകും.
അല്ലെ? കുറെ കൊടുക്കും. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇഫ് വി ആർ ഓൺലി 2 or 3 persons ഇൻ അവർ ഹൗസ്, നമ്മുടെ വീട്ടിൽ ഇപ്പൊ 2, 3 അല്ലെങ്കിൽ 4 അംഗങ്ങളൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക. വി ക്യാൻ ഈസിലി ഹാൻഡിൽ ദം ഓർ മാനേജ് ദം. നമുക്ക് വളരെ എളുപ്പത്തിൽ അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ നേച്ചറും ക്യാരക്ടറും നമുക്കറിയാം. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം, എന്ത് ഭക്ഷണം കൊടുക്കണം, എന്ത് ഉടുപ്പ് കൊടുക്കണം, അതൊക്കെ നമ്മള് മോസ്റ്റ്ലി ഞാനിപ്പോ ഇതിങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകളാണ്, കാരണം പെൺകുട്ടികളാണ്. കാരണം അവരാണ് കൂടുതലും വീടിനെ കുറിച്ച് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വീടിന്റെ മാനേജ്മെന്റ് ഒക്കെ ഏകദേശം പെണ്ണുങ്ങളുടെ കയ്യിലാണ്. കാരണം എന്താ, അതായത് ഇൻകം നേടി കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ആണുങ്ങളുടെ ജോലിയെങ്കിൽ അതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്യുന്നതും മെജോറിറ്റി പെണ്ണുങ്ങളാണ് അത് കൈകാര്യം ചെയ്യുക, അല്ലെ? അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഹൗ ടു മാനേജ് ഈച്ച് ആൻഡ് എവരിതിങ്, അല്ലെ? പക്ഷേ ഇഫ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ബിക്കംസ് ലാർജ്, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ വന്നു, കുറെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നു, അപ്പൊ കുറച്ച് ദിവസമൊക്കെ അവർ നമ്മുടെ വീട്ടിൽ സ്റ്റേ ആണ് എന്ന് വിചാരിക്കാം. it will be somewhat difficult, അല്ലെ? ഇപ്പൊ എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായി നമുക്ക് തോന്നൂലേ? അല്ലെങ്കിൽ ഒരു 10, 3 പേര് 4 പേരുണ്ടായിരുന്ന ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് പോലെ ആയിരിക്കും ഒരു 10, 20 പേര് എല്ലാവരും കൂടി, കൊച്ചും കുഞ്ഞും പിള്ളേരും വലുതും ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി എന്തായിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്കത് ചിന്തിക്കണം, ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു 3-4 ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യണമല്ലോ, അതിനെ കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അത്ര എളുപ്പമൊന്നും സാധിക്കില്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ലൈക്ക് വൈസ് അതുപോലെ തന്നെയാണ് ഇഫ് ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് ലാർജ്. ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ കൂടി ഓരോ വികസനം എന്ന് പറഞ്ഞാൽ കാര്യം എന്താ, ഈ പറയുന്ന പോലെ മനുഷ്യന്മാരുടെ രോഗങ്ങൾ പുതിയ വരുമ്പോഴാണ് they have to know about some other departments. അതായത് പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ വേണമെന്ന് ഓരോ ഹോസ്പിറ്റൽസും ചിന്തിക്കാം. അങ്ങനെ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മാനേജബിൾ ആകില്ല, കയ്യിൽ നിന്ന് പോകും. കാരണം എന്താ, എല്ലാത്തിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. So it needs some skilled professionals, those who can manage, or the group who can manage the hospital as a whole. അപ്പൊ അങ്ങനെ വരുമ്പോ കുറച്ച് സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ആവശ്യകത വന്നു. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഹോസ്പിറ്റൽസിനെ മൊത്തം അങ്ങോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് നല്ല കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള ചില യോഗ്യരായിട്ടുള്ള ചില ജോലിക്കാരെ പ്രൊഫഷണൽസിനെ വേണം എന്നുള്ളത് ആവശ്യം ആയി മാറി, ഒരു നെസസിറ്റി ആയി മാറി. അതുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് വളരെ കുറെ കാലങ്ങൾ, ഒരു 10-20 കൊല്ലം മുമ്പൊന്നും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആൾക്കാർ കേട്ടിട്ടുണ്ടോ, ആളുകളുടെ ഇടയിൽ പറയപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ബിക്കോസ് അത്രയധികം രോഗങ്ങളുടെ എന്താ പറയാ പെരുകലുകളോ ഇത്രയധികം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെ? പക്ഷെ ഇന്ന് ഒരു 5, 6, 7 വർഷം പിന്നിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടുന്ന് തുടങ്ങി മനുഷ്യന്മാരുടെ രോഗത്തിന്റെ കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ ഡിസീസ് നമ്മളുടെ നാടുകളിൽ വന്നു കഴിഞ്ഞപ്പോ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്, അതിൽ നിന്നുണ്ടായ ഉടലെടുത്ത പല രോഗങ്ങളും ഒക്കെ കാരണം രോഗത്തിന്റെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് വളർന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോ എന്താണ്, കുറച്ചുകൂടി ആളുകൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റൽസിൽ ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഒരു സ്കിൽഡ് പ്രൊഫഷണൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് വേണ്ടി വന്നു. കാരണം മാനേജ്മെന്റ് ഒക്കെ കയ്യിൽ നിന്ന് പോകുന്ന മനസ്സിലായി. അപ്പൊ ഈ ഒരു എന്താ പറയാ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വർഷങ്ങളിൽ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന് ഇത്രയധികം ഇമ്പോർട്ടൻസും വന്നത്. അങ്ങനെയുള്ള നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം എന്നുള്ള ആവശ്യകത, അതിന്റെ ആ ഒരു നെസസിറ്റിയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ക്യാൻ യു ഫോളോ മീ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, ആൻഡ് പറയുന്നതൊക്കെ ക്ലിയർ ആണല്ലോ? വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോഴ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു എന്താ പറയാ ഉദ്ഭവം എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. അതായത് ഹോസ്പിറ്റൽസിനെ മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു. പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഉഴപ്പൻ രീതിയിലായി മാറി. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളത് ആളുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക. ലെറ്റ്സ് സീ, ഇഫ് യു ആർ ടേക്കിംഗ് എനി പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്സ്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മളൊന്ന് നോക്കുക. ഇപ്പൊ കാർഡിയോളജി ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ട്രീറ്റ്സ് ദ പ്രോബ്ലംസ് ഓഫ് അവർ ഹാർട്ട്, അല്ലെ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതാ? നിങ്ങൾ പഠിക്കൂ കേട്ടോ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതാ? The problems related to our heart will be treated in this department, അല്ലേ?
നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രോഗങ്ങൾക്കും എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു വിഭാഗമാണ് കാർഡിയോളജി. അങ്ങനെ ചെറുതായിട്ട് ഷോർട്ടായിട്ട് നമുക്ക് ആ ഒരു സെന്റൻസിൽ ഒതുക്കാം. ബിക്കോസ് വി ഹാവ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽസ് അല്ലെ, എല്ലാം പഠിക്കാനുള്ളതാണ്. അപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ഈ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എന്താ പറയാ ഡോക്ടേഴ്സ് they can manage their department because it's a small department, singular department. അതൊരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവിടെയുള്ള ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനെ അത് ഹാൻഡിൽ ചെയ്യാം, കൃത്യമായി മാനേജ് ചെയ്യാം. വാട്ട് ഓൾ ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ദർ, ഇറ്റ് വിൽ ബി അണ്ടർ ദെയർ കൺട്രോൾ. അവരുടെ കൺട്രോളിലായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നടത്തിക്കൊണ്ടുപോകുക. ആൻഡ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് വിൽ ഹാവ് വൺ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അതിന്റെ ഹെഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജിയിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും, HOD എന്ന് പറയുന്നത് പോലെ. അതാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും, ആളുടെ കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തു പോകും. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഓർത്തോളജി അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ ഒഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് വിൽ ബി കൺട്രോൾഡ് ബൈ their own doctors or HODs. അവരവരുടേതായ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും അതിന്റെ HODസും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാം അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ in order to control and manage, coordinate every activities of a hospital as a whole, it will not be possible by any ഡിപ്പാർട്ട്മെന്റ്സ്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന പോലെ ഒരു ആളുകളെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. ഈ പറയുന്ന മൊത്തത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാം തന്നെ മാനേജ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, വളരെയധികം അതിനെക്കുറിച്ച് മാനേജ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് യോഗ്യരായ ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഇതിന്റെ ഡിപ്ലോമയും അതുപോലെ തന്നെ PGയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊഫഷണൽസിനെ നമ്മൾ ഫോം ചെയ്ത് രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ സ്റ്റേജ്. എന്താണ് ഹോസ്പിറ്റൽസിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജബിൾ അല്ലാത്ത കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിറക്കുന്നവരാകണം. അല്ലാതെ ഇപ്പൊ ഞാൻ എന്നോട് പറയാണ് ഇതൊക്കെ ഒന്ന് നോക്കി നടത്തണം എന്ന് പറയാണ്. ഓക്കെ, അത് ചിലപ്പോ നോക്കി നമുക്ക് നടത്താൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ നോക്കുന്നതിനേക്കാൾ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി പഠിച്ചു വന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അല്ലെ? ഒരു കാര്യം പഠിച്ചിട്ട് വന്നിട്ട് അത് പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കുന്നതാണോ, അല്ല അറിയാത്ത ഒരാളോട് നീ ഇതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന വിച്ച് ഈസ് മോർ കറക്റ്റ്? അല്ലെങ്കിൽ ഏതായിരിക്കും കൂടുതൽ നല്ലത്, ഏതായിരിക്കും കൂടുതൽ നല്ല റിസൾട്ട് തരിക? നന്നായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി അല്ലെ? അതിനാണ് ഇങ്ങനെ ഓരോ കോഴ്സുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോ ഒരുപാട് നമുക്കറിയാം, ഹോസ്പിറ്റൽസ് മാത്രമല്ല, മെഡിക്കൽ കോളേജസ് അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇന്ന് പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓർഗനിലോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയും സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പൊ ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്റേഴ്സ് ഉണ്ട് ഇല്ലേ? അതുപോലെ ഓരോ ചില രോഗങ്ങൾക്ക് മാത്രം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഹെൽത്ത് കെയർ സർവീസ് നൽകുന്ന പല ഓർഗനൈസേഷൻസും ഉണ്ട്. ഈവൻ ബിഗ് ലബോറട്ടറീസ് ഉണ്ട്, വലിയ വലിയ ലബോറട്ടറീസ് ഉണ്ട്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആവശ്യം വേണ്ടി വന്നു. സോ ദാറ്റ് ദർ ഇൻട്രൊഡ്യൂസ്ഡ് such a course which is called hospital administration. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ്, എന്തിനു വേണ്ടിയായി ഈ കോഴ്സ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കിട്ടിയോ? മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് വന്നതെന്നും ക്ലിയർ ആണല്ലോ? ഓക്കെ. Now, as you know that it's a 6 months course, അല്ലെ? നമുക്കറിയാവുന്നത് പോലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ PROs നിങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. It's a 6 months course എന്ന് പറഞ്ഞിട്ടുണ്ട്. And it's very necessary to have some skilled professionals due to the developing health care organizations. ഇത്തരം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഇങ്ങനെ കൂടുതൽ ഫാസ്റ്റ് ഗ്രോവിംഗ് ആയിട്ട് വളരെ റാപ്പിഡ് ആയിട്ടാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും. കാരണം രോഗം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് കുറച്ച് സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ആവശ്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 6 months കോഴ്സ് ഒക്കെ കൊടുത്ത് ആളുകളെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോൾഡ് ചെയ്തെടുക്കാൻ നിങ്ങളെ
അല്ലെ? നിങ്ങൾ ഈ കോഴ്സിൽ ഈ 6 മാസം കൊണ്ട് നിങ്ങളെ മോൾഡ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് എടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ആ കിട്ടിയ നോളജ്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയ അറിവുമായിട്ടാണ് ഹോസ്പിറ്റൽസിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോകേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ബിഹൈൻഡ്, എന്താണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു നേട്ടം? വാട്ട് വിൽ ബി ദ അഡ്വാൻറ്റേജ്? എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? See, being a part of hospital, you can know, you can increase your knowledge, you can increase your education knowledge, അല്ലെ? നിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വർദ്ധിക്കുന്നു, അറിവ് വർദ്ധിക്കുന്നു എന്നുള്ളത് കൂടാതെ, and also you can become a skilled professional to manage, to control, to care, give quality care to the patients, and also by adapting cost effective ways. അതായത് ഈ പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള 2 നേട്ടമാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, നമ്മൾക്ക് ഇപ്പൊ എന്ത് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ now you are having, you can add on to your qualification. ഈ ഒരു വിദ്യാഭ്യാസം കൂടി നിങ്ങൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. എന്ത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കൂടി ഞാൻ പഠിച്ചു, that's all. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും BCom പഠിച്ചോ, BSc പഠിച്ചോ, BA പഠിച്ചോ, അല്ലെങ്കിൽ MA പഠിച്ചോ, whoever may be, ഏതെങ്കിലുമൊക്കെ ചെറുത് തുടങ്ങി +2 മുതൽ വലിയ കോഴ്സ് പഠിച്ചവരും ഒക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മൾ എല്ലാവരും, മെനി ഓഫ് ദം, അതായത് പല ക്വാളിഫിക്കേഷനും ഉള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നമ്മളിപ്പോ ഇരിക്കുന്നവരുണ്ട്. 57 സ്റ്റുഡൻസില് ഇപ്പൊ ഇവിടെ ലൈവിൽ ഇരിക്കുന്നവരുണ്ട്. ഒരുപാട് +2 മുതലുണ്ട്. ദാറ്റ് മീൻസ് ഹയസ്റ്റ് ഡിഗ്രി ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ കൂടി, ഈ ഒരു വിദ്യാഭ്യാസം കൂടി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ആൻഡ് ഓൾസോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഈ പറയുന്ന വിദ്യാഭ്യാസം മാത്രം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റൽസിൽ യു ക്യാൻ സീ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടും കിട്ടുന്നുണ്ട്, അല്ലെ? ഇനി ഇതെല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്താണ് ഉറപ്പ് കൊടുക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ഉറപ്പ് കൊടുക്കേണ്ടത്? ഹോസ്പിറ്റൽസിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി പേഷ്യൻസിന് അവർക്ക് വെദർ they are getting quality services, വരുന്ന ഓരോ പേഷ്യൻസും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവിടുത്തെ പടിയിറങ്ങി പുറത്തോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഡ്യൂട്ടി. അപ്പൊ ചെറിയ ചുമതലയല്ല, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. വന്നു പോകുന്നു, രോഗം വരുന്ന രോഗിക്ക് മരുന്ന് കൊടുത്ത് ഓക്കെ വിട്ടോ. പിന്നെ അങ്ങനെയല്ല, ഒരു ക്വാളിറ്റി സർവീസ് ആണ് കൊടുക്കേണ്ടത്. അവരുടെ, നമുക്കറിയാം, ഈച്ച് ആൻഡ് എവറി വൺ ദോസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളോ സന്തോഷമുള്ള ആളുകളോ ഒക്കെ ഒന്നും അല്ല ഹോസ്പിറ്റൽസിൽ വരുന്നത്. അവരുടെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഹോസ്പിറ്റൽസിൽ വരിക നമ്മൾ, അല്ലെ? രോഗത്തിനാണ്. അപ്പൊ രോഗത്തിന് അത്ര സന്തോഷമൊന്നുമില്ല, അല്ലെ? നമ്മള് പോകാൻ അത്രയധികം ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം എന്താ? ഒരു രോഗമായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ പേടിയുമുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടമൊന്നും തോന്നില്ല. മിക്കവാർക്കും, മെജോറിറ്റി ആളുകൾക്കും അങ്ങനെ തന്നെയാണ്, അല്ലെ? അവിടെ ഒന്ന് കിടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ അത്രയും നല്ല ഒരു കണ്ടീഷനിലല്ല വി ആർ എൻറ്ററിങ് എ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ അത്രയും മോശം അവസ്ഥയിൽ എത്തുമ്പോൾ ആ വരുന്ന പേഷ്യൻസിനെ വളരെ പ്ലീസിംഗ് ആയിട്ട്, വളരെ സന്തോഷത്തോടെ അവരെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് നല്ല ക്വാളിറ്റി സർവീസസ് കൊടുക്കുക. ക്വാളിറ്റി സർവീസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഹാവ് ടു ബി റിമെമ്പേർഡ്, ദാറ്റ് ഈസ് വിത്ത് കോസ്റ്റ് ഇഫക്റ്റീവ് വേ. അവരെ പിഴിഞ്ഞെടുത്ത് അവരിൽ നിന്ന് കാശുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല സേവനം കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് വിടുക. ഈ 2 കാര്യങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ആ ഒരു ദൗത്യം നമ്മൾ എന്തായാലും ഇഷ്ടംപോലെ കുട്ടികൾക്ക് ജോലിക്ക് കിട്ടി, നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൺവെക്കേഷൻ സെറിമണിക്കൊക്കെ വരുമ്പോ പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവര് പല ഹോസ്പിറ്റൽസിലൊക്കെ കോണ്ടാക്ട് ചെയ്ത്, ഹോസ്പിറ്റൽസിലോ ലാബിലോ അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്, ഞാൻ അത് പറയും എവിടേക്കാന്ന്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചൊക്കെ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ്സുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കയറി ജോലിക്ക് സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് കൊടുത്താൽ മതി, എവറിഥിങ്. ഇതൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്ന വളരെ വികാര നിർഭരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കുട്ടികൾ ഇവിടെ വരുമ്പോ. അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജസ് ആയിട്ട് തരും, അവര് ഫോർവേഡ് ചെയ്ത് തരും, എങ്ങനെയൊക്കെയാണ് മിസ്സേ അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷം അവര് പ്രകടിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ്, നമ്മൾ ഒരു വെപ്പ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിലാണ് കയറിയിരുന്നത്. ആ സ്റ്റെപ്പ് ഇവിടെയാണ്, ഞാൻ എന്നിലാണ് തുടങ്ങിയിരിക്കുന്നത്. സോ യു ക്യാൻ ട്രസ്റ്റ്.
അത് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇന്ന് തരുന്ന വാക്ക് അന്ന് നിങ്ങൾ വരുമ്പോ പറയും, തിരിച്ചു പറയണം. എന്ത് പറയണം? മിസ് അന്ന് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അപ്പോ എന്താ പറയാ, മിസ് പറഞ്ഞതുപോലെ നല്ല ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ് പോകും, ഇനി എനിക്ക് ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. ക്ലാസ് മിക്കവാറും ഉണ്ടായിരിക്കും. അതായത് ചില ക്ലാസ്സുകളിലൊന്നും ചിലപ്പോ എനിക്ക് കയറാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസത്തെ ക്ലാസ്സൊക്കെ ഉണ്ടാകുള്ളൂ എനിക്ക് നിങ്ങൾക്ക്. അപ്പൊ വരുമ്പോ അത് കഴിയുമ്പോൾ നിങ്ങൾ പറയും ടീച്ചറെ, അല്ലെങ്കിൽ പറയും ഓ ടീച്ചർ അന്ന് ആ ടീച്ചർ വന്ന് അനീഷ ടീച്ചർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, ഈ പറഞ്ഞതൊന്നും ഇവിടെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ എന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് എന്താ പറയാ നെഗറ്റീവായിട്ട് എടുക്കും. സോ അതെടുക്കാനായിട്ട് ഇടവരില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ആ ഒരു നല്ല അവസരങ്ങളൊക്കെ കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ആശംസിക്കുന്നത്. ഓക്കെ. ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹു ഈസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റുക? ആരാണ് hospital administrator എന്ന് പറയുമ്പോൾ, see we can see in a hospital there are a lot of staff employees working there. ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റലില് നഴ്സുമാരായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവിടുത്തെ ഓരോ സ്റ്റാഫുകളും ഒരുപാട്, ഒരു 500 പേരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകും. ഒരു മിനിമം ആണ് പറഞ്ഞത്, ഒരു 500 പേരെങ്കിലും ഒരു ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? ഓൾ ദീസ് എംപ്ലോയീസ് വി ക്യാൻ ടേം ദം ആസ് ഹ്യൂമൻ റിസോഴ്സ്. ഇവരെയൊക്കെ കൂടി നമുക്ക് ഒറ്റ വേർഡ് പറയാം, ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഏതൊരു ബിസിനസ്സിലെയും അവിടുത്തെ എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ എല്ലാവരെയും കൂടി ചേർത്ത് പറയുന്ന ഒരു മനോഹരമായ ടേമാണ് ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ അല്ലെ? ഇനി ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സും ഉണ്ട് പഠിക്കാൻ, അതൊക്കെ വേറെ അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ മനുഷ്യന്മാരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് മനുഷ്യന്മാരെ. ഓക്കെ, സോ ഇറ്റ്സ് അനദർ കോഴ്സ്, അത് മറ്റൊരു കോഴ്സാണ്. കാരണം അപ്പൊ ഇങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ ദ ലോ ആൻഡ് ഓർഡേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ പല കാര്യങ്ങള്, റൂൾസ് റെഗുലേഷൻസ്, അവിടുത്തെ നിയമങ്ങള്, അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, എൻഷുർ ചെയ്യണം. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസിന്റെ സാമ്പത്തിക ഇടപാടുകള്, ആളുകളിൽ നിന്ന്, പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അവരുടെ ഫീസ്, അതുപോലെ തന്നെ വാട്ട് ഓൾ പർപ്പസ് ദീസ് ഫിനാൻസ് ഈസ് യൂസ്ഡ് ഫോർ, എന്തൊക്കെ കാര്യത്തിനാ അവിടെ കിട്ടുന്ന ഈ പണം ഉപയോഗിക്കുന്നത്. മെഡിസിൻസ് വാങ്ങിക്കാൻ ഉപയോഗിക്കണം, പല മെറ്റീരിയൽസ്, എന്താ പറയാ മെഷീൻസ്, ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ഈ പണം ഉപയോഗിക്കണം. അപ്പൊ അതെങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഫിനാൻഷ്യൽ ആസ്പെക്ടുകളെ മാനേജ് ചെയ്യണം, ഓൾ ദീസ് തിങ്സ്. അപ്പോ ഹ്യൂമൻ റിസോഴ്സ്, ലോ ആൻഡ് ഓർഡേഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, then each and every department, മറ്റ് ഉള്ള ഓരോ ഹോസ്പിറ്റൽസിലെയും ഡിപ്പാർട്ട്മെന്റ്, എവറിത്തിങ് ഹാസ് ടു ബി മാനേജ്ഡ് പ്രോപ്പർലി. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഫോർ ദാറ്റ് പർപ്പസ് എ സ്പെസിഫിക് ഓർ സ്കിൽഡ് പ്രൊഫഷണൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ റിക്വയർഡ്. ഇതിന് വേണ്ടിയിട്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള പ്രോപ്പറായി മാനേജ് ചെയ്യാൻ കഴിവുള്ള കുറെ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ, ഒരാളല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ആവശ്യമുണ്ട്. ആൻഡ് ദേ ആർ കോൾഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുക. അപ്പൊ ഇതെല്ലാം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ നിങ്ങളും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലെ ഒരു മെമ്പറായി മാറട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. ആൻഡ് ഓൾസോ ബൈ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്, ഈ ഒരു കോഴ്സ് ഇതിന്റെ ഡിപ്ലോമയോ ഐദർ ഡിപ്ലോമ ഓർ പി ജി, ചില കുട്ടികൾ ഇതിന്റെ പി ജി കൂടി ഒരുമിച്ച് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലരുടെ മനസ്സിൽ ഡിപ്ലോമ കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ പി ജി എടുക്കണം വേണ്ട എന്ന് തീരുമാനിക്കാം. കാരണം ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പം നിങ്ങൾക്ക് യു ആർ നോട്ട് ക്ലിയർ അബൌട്ട് വാട്ട് വിൽ ബി ഗോയിങ് ഓൺ, അല്ലെങ്കിൽ ഈ മേ ബി ഫേക്ക് ആണെന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലാസ് ഒക്കെ ഒന്ന് നോക്കട്ടെ, നല്ല ക്ലാസ് ആണെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങള് ഇതിന്റെ പി ജി ചെയ്യണമെന്ന് വിചാരിക്കാം എന്നൊക്കെ തീരുമാനിച്ചവർ പലരും ഉണ്ടായിരിക്കും. ഓക്കെ, ചിലർ വിചാരിച്ചാലോ ഓക്കെ വേണ്ട എനിക്ക് അധികം പഠിക്കാൻ പറ്റില്ല, ഡിപ്ലോമ മതി, അതുവരെയൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആശങ്കയിലും ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. ഐ പ്രോമിസ്, നിങ്ങളോട് ഞാൻ പറയാണ്, മെജോറിറ്റി ഇനിയുള്ളവരില് പി ജി എടുക്കാത്തവരും കൂടുതൽ പേരും ഇനി പി ജിയില് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും ഇത് കഴിയുമ്പോഴേക്കും. കാരണം എന്താന്ന് വെച്ചാൽ ക്ലാസ്സസ് കിട്ടിക്കഴിയുമ്പോൾ നിൽക്കാൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലേന്ന് എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ ഈ ഒരു 6 months കോഴ്സ് നിങ്ങളുടെ +2 കഴിഞ്ഞിട്ട്
ഗ്രാജുവേഷൻ ഉള്ളവരൊക്കെ ഉണ്ടായിക്കോട്ടോ. പ്ലസ് 2 കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ, യു ക്യാൻ സെർവ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കാം, ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമായി തീരാം. ആൻഡ് ഓൾസോ യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം എ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഈ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിൽ എല്ലാവരും തന്നെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവരായിരിക്കണം നിർബന്ധമില്ല. പ്ലസ് 2 സയൻസ്, അതർ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc മാത്രമുള്ളവരാണോ? ആരെങ്കിലും വേറെ ഏതെങ്കിലും ഇതിൽ നിന്ന് വന്നവരുണ്ടോ? ഓക്കെ, കൊമേഴ്സ് എടുത്തവരുണ്ടാകാം, ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് മേഖലയിൽ നിന്നും വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുത്തവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇന്ന ഇതിൽ പഠിച്ചവർ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഏത് എടുത്താലും പ്ലസ് 2 എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത്. അതുകൊണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BScയോ അല്ലെങ്കിൽ പ്ലസ് 2 സയൻസോ ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികൾക്കാണ് നഴ്സും അതുപോലെ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടണമെങ്കിൽ BSc എടുക്കണം അല്ലെങ്കിൽ പ്ലസ് 2 സയൻസ് എടുത്ത് പഠിക്കണം. അന്നൊക്കെ അതായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ പറയാ, ഹോസ്പിറ്റൽസിനൊക്കെ കുറച്ച് ഇത്രയും ഡിമാൻഡ് വർദ്ധിച്ചു. ബിഗിനിങ്ങിൽ ഞാൻ പറഞ്ഞു, ഒത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ഹോസ്പിറ്റൽസിനോടുള്ള ഡിമാൻഡ് കൂടിയപ്പോ എന്ത് പറ്റി, ഇവിടെ എന്താ പറയാ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഹോസ്പിറ്റൽസിൽ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയായി മാറി, അല്ലെ? മനുഷ്യർക്ക് എല്ലാവർക്കും നമുക്കൊക്കെ തോന്നും അങ്ങനെ. ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ എപ്പോഴും ആ ജോലി പെട്ടെന്നൊന്നും പോകില്ല, അത് കിട്ടിയാൽ ഉറപ്പാണ്. മറ്റേതെങ്കിലും പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ ജോലി പോയെന്നൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ല, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് ആവുമ്പോൾ വളരെ സേഫ് ആണ്, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ സയൻസ് എടുത്തിട്ട് പെട്ടെന്ന് ഈ പറയുന്ന ഹോസ്പിറ്റൽസിലെ നഴ്സ് ആകാനും എൻട്രൻസ് എഴുതി മറ്റ് ഏതെങ്കിലും രീതിയിലൊക്കെ പഠിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ഇതില്ലായെങ്കിലും കൊമേഴ്സ് എടുത്തവരായാലും ഹ്യൂമാനിറ്റീസ് എടുത്തവരായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ആൻഡ് ഓൾസോ യു ക്യാൻ ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസിന്റെ ഒരു ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അവസരം അതിന് വേണ്ടിയിട്ട് കിട്ടിയതിൽ തന്നെ വളരെയധികം നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിന്റെ ഭാഗമാണ്. ഓക്കെ, and also you have to hospitals in ഒരു ഭാഗമായാൽ it is your duty to ensure the smooth functioning of hospitals and also different departments. ഹോസ്പിറ്റൽസിന്റെ മൊത്തത്തിലുള്ള നിയന്ത്രണം, മാനേജിങ് കൂടാതെ ഹോസ്പിറ്റൽസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്തായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. Then where are your job opportunities? ഇത്തരം ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അവസരങ്ങൾ എവിടെയൊക്കെയാണ്, നമുക്ക് എവിടെയൊക്കെ അവസരമുണ്ട്, എവിടെയൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, നമുക്ക് ഇൻസൈഡ് ദ കൺട്രി ഔട്ട്സൈഡ് ദ കൺട്രി ഒക്കെ ചാൻസസ് ഉണ്ട്. കൂടുതലും കുട്ടികളൊക്കെ ഈ എന്താ പറയാ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തു പോയിട്ട് ഒത്തിരി നഴ്സിംഗ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പുറത്തുള്ളത്. ഇന്ന് ചില കൺട്രീസിൽ ഇങ്ങനെയൊക്കെയാണ്. പാരന്റ്സിന് ഒരു എന്താ പറയാ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനെയൊക്കെ നഴ്സിംഗ് ഹോംസിലൊക്കെ എമൗണ്ട് ഒക്കെ കൊടുത്ത്, അതായത് ഡൊണേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവരെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പാരന്റ്സ് ഒത്തിരി പ്രായമായവരെയൊക്കെ നോക്കുന്ന സ്ഥലം. അങ്ങനത്തെ ഒരുപാട് നഴ്സിംഗ് സെന്റേഴ്സ് ഒക്കെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും അത്ര അധികം കൂടെ അടുത്തില്ല. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് പേര് ജോലി ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. കൂടാതെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ ക്ലിനിക്ക് നടത്തില്ലേ, അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസില്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസില് അവിടെയൊക്കെ ആവശ്യമുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷുറൻസിനെ കുറിച്ചും അതിനകത്ത്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരും. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സ്റ്റുഡന്റ്, നമ്മുടെ സ്റ്റുഡന്റ് ആണ്, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ചു, മിസ് എനിക്ക് ഇൻഷുറൻസിന്റെ അവിടേക്കാണ് ഈ പറയുന്ന ജോലിക്കായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്, കിട്ടുന്നതല്ല ഇന്റർവ്യൂവിനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ വിൽ യു പ്ലീസ് ഡിസ്ക്ലോസ് സം ക്വസ്റ്റ്യൻസ് വിച്ച് വിൽ ബി ആസ്ക്ഡ് ബൈ ദം. അപ്പൊ ഇൻഷുറൻസിലായതുകൊണ്ട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലോ ഇന്റർവ്യൂല്, അപ്പൊ അതൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ കുട്ടി ചോദിച്ചു. കുട്ടിക്ക് ഞാൻ എന്റേതായ രീതിയിൽ കുറെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുട്ടി അത് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഇൻഷുറൻസിലാണ്, മീൻസ് ഇൻഷുറൻസിലും നമുക്ക് എന്താ പറയാ ഇൻഷുറൻസ് വിഭാഗമില്ലേ ഹോസ്പിറ്റൽസില്,
ഇല്ല, ഇൻഷുറൻസ് ഡെസ്ക് എന്ന് കണ്ടിട്ടുണ്ടോ? കയറുമ്പോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നതാ. ഇൻഷുറൻസ് ഡെസ്ക്. അപ്പം ഇൻഷുറൻസ് എന്താണ്? ഇവിടെ ഹോസ്പിറ്റലും ഇൻഷുറൻസ് തമ്മിൽ ബന്ധം അറിയാലോ. മെഡിക്ലെയിമുകളൊക്കെ എടുത്തിരിക്കുന്ന, ഹെൽത്ത് കെയർ എന്താ പറയാ, ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക പേഷ്യൻസിന്. അങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ ക്ലെയിമുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലും നമുക്ക് അവസരങ്ങളുണ്ട്. മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും റിഹാബിലിറ്റേഷൻ സെന്റേഴ്സിലെ റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അറിയാലോ അല്ലെ, കിടത്തിയൊക്കെ ചികിത്സിക്കുന്ന ഒരുപാട് അങ്ങനത്തെ ഒക്കെയുള്ള സെന്റേഴ്സിലും ആൻഡ് ഓൾസോ നഴ്സിംഗ് ഹോംസിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഴ്സിംഗ് ഹോമിലും കേരളത്തിൽ അത്രയും വലിയ വൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഹോംസ് ഒന്നും ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ സെർച്ച് ഫോർ യുവർ ജോബ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചു, and if they said no, there is no vacancy here, അപ്പൊ തന്നെ ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും മൂലക്കിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഒരു സ്ഥലത്ത് നമ്മൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്, is there any vacancy here? ഇവിടെ നമുക്ക് എന്തെങ്കിലും പറ്റിയ വേക്കൻസി ഉണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, എന്റെ സർട്ടിഫിക്കറ്റ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നു അയ്യോ ഇവിടെ ഇപ്പൊ വേക്കൻസി ഇല്ല എന്ന് പറയുമ്പോ നമ്മള് അയ്യോ എനിക്കിത് പഠിച്ചിട്ട് വേക്കൻസി എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേഗം പോയി എവിടെയെങ്കിലും സങ്കടപ്പെട്ട് മൂലക്കിരിക്കുകയാണോ? ആണോ? യു ഹാവ് ടു ട്രൈ അൺടിൽ യു ഗെയിൻ. ആ നേട്ടം നേടിയെടുക്കുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വാതിൽ അടഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പല വാതിലുകൾ നമുക്കായി വേണമെങ്കിൽ വെറുതെ ചാലിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ മുട്ടി അതിനകത്തോട്ട് പ്രവേശിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു എന്താ പറയാ ഈഗർനെസ് ടു ഹാവ് എ ജോബ് ആൻഡ് ഓൾസോ വിത്ത് പ്ലസ് അവർ ക്വാളിഫിക്കേഷൻ, നമ്മളുടെ കയ്യിലിരിക്കുന്ന ക്വാളിഫിക്കേഷനും നമ്മൾക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് ആ ജോലി നേടിയെടുക്കാൻ എന്നുള്ള മനസ്സിന്റെ ആ ഒരു ഇന്റൻസിറ്റിയും, ഇത് രണ്ടും കൂടി നല്ല ആഴത്തിൽ അവിടെ കിടന്നങ്ങോട്ട് പ്രവർത്തിച്ചാലാണ് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആ ഒരു ജോലി നേടിയെടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ ഒന്നിൽ നിന്നും എന്താ പറയാ പിന്മാറരുത്. നെവർ ഗിവ് അപ്പ് എന്നുള്ള ഒരു ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. നെവർ ഗിവ് അപ്പ്, എപ്പോഴും നമ്മൾക്ക് ആ ഒരു ഇന്റൻസിറ്റി ഉള്ളിലുണ്ടാകണം, അത് നേടിയെടുക്കുന്നത് വരെ. അല്ലാതെ ആർക്കും നമ്മളെ എന്താ പറയാ നിരുത്സാഹപ്പെടുത്ത ആരെങ്കിലും ഒക്കെ നമ്മളെ എന്താ പറയാ വേണോ ഇതൊക്കെ നടക്കോ വല്ലതോ, ഇതൊക്കെ പഠിച്ചിട്ട് ഇനി ജോലി കിട്ടോ, അതൊന്നും ശ്രദ്ധിക്കണ്ട നമ്മള്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് വേണ്ടി ഉണ്ട് അല്ലെ. നമ്മൾ പല പ്രോവർബുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ. അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടേതായ ഒരു ദിവസം നമുക്ക് വേണ്ടി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര തന്നെ ആരെങ്കിലും ഒക്കെ വന്ന് നിരുത്സാഹപ്പെടുത്തി തട്ടിക്കളയാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല. അത് നമ്മളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ നമ്മൾക്ക് തന്നെ എത്തും, നമ്മൾക്ക് തന്നെ കിട്ടും, നമുക്ക് കിട്ടും. നമ്മളിലേക്കുള്ളതാണെങ്കിൽ ടീച്ചർ പറഞ്ഞു നമുക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാനല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം യു ഹാവ് ടു ട്രൈ. എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈറ്റിംഗ് ആണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ് ദ സാലറി വിച്ച് വിൽ ബി ഓഫേർഡ് ബൈ ദ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാലറി ഒരു റേഞ്ച് എന്ന് പറയുന്നത് ₹10,000 to 20,000 ആണ്. ഇൻ ബിറ്റ്വീൻ 10 to 20, 10,000-നും 20,000-നും ഇടയ്ക്കാണ്. ആൻഡ് ഗവൺമെന്റ് ഓഫർ സാലറി ബിറ്റ്വീൻ 30 to 40,000, 30,000-നും 40,000-നും ഇടയ്ക്ക് ആണ് പെർ മന്ത് ആണ് ഉള്ള സാലറി. അതിന്റെ ഒരു ഏകദേശ രൂപമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് ബിഗിനിങ്ങിലൊക്കെ അത്രയൊക്കെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് യുവർ സ്കിൽ, നോളജ് ആൻഡ് യുവർ എക്സ്പീരിയൻസ് വിച്ച് ബ്രിങ്സ് യു മോർ റിസൾട്ട്. കൂടുതൽ റിസൾട്ടുകൾ കൂടുതൽ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അതിൽ നിന്ന് പിടിച്ച് അത് കേറി നമ്മളുടേതായ നമ്മളുടെ ലക്ഷ്യം എത്തുന്നത് വരെ അതിലിങ്ങനെ പിടിച്ച് തൂങ്ങി മുകളിലേക്ക് കയറാനുള്ള ആ ഒരു ഇത് നമ്മളാണ് നേടേണ്ടത്. അതിനാരും നമ്മളെ പുഷ് ചെയ്യില്ല. വല്ലവരും ഇങ്ങനെ പുഷ് ചെയ്ത് മാത്രം എന്തെങ്കിലും നേടിയിട്ട് കാര്യമില്ല. കാരണം പുഷ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കും താഴേക്ക്. അതുകൊണ്ട് അങ്ങനെ പാടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ ഇപ്പൊ നമ്മള് ചില ആളുകളെയൊക്കെ നമ്മൾ സഹായിക്കാൻ പറയില്ലേ, എല്ലാ ദിവസവും പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ എല്ലാ ദിവസവും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ ആക്കി കൊടുക്കുന്നതല്ലേ അതിനേക്കാൾ നല്ലത് അല്ലെ. ഇപ്പൊ അവർക്ക് ആരോഗ്യമുണ്ട്, ഇപ്പൊ ചില എന്താ ഹെൽപ്ലെസ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്.
ചിലപ്പോ കൂടെ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി, അവർക്ക് ജീവിക്കാൻ വഴിയില്ല. പക്ഷെ വേറെ അസുഖങ്ങളൊന്നുമില്ല, അസുഖമുള്ളവരെ പറ്റില്ല കേട്ടോ, അസുഖമൊന്നുമില്ല, ആരോഗ്യമുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ, എല്ലാ ദിവസവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതാണോ? ഇതായിരിക്കും കുറച്ച് നല്ലത്. അവർക്കൊരു ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലത് അല്ലേ? അതല്ലേ കുറച്ച് ബെറ്റർ ഓർ ബെസ്റ്റ് എന്ന് പറയാം. അല്ലാതെ 2-3 ദിവസം നമ്മൾ കൊണ്ടുപോയി അവരെ സഹായിച്ചു, 5 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും പറ്റി, ഞാനാണ് അവരെ സഹായിച്ചുകൊണ്ടത്, എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റി, ഞാൻ എന്താ പറയാ മരിച്ചു പോകുകയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവരെ സംരക്ഷിക്കാൻ ആളില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഓക്കെ, എല്ലാവർക്കും ഒരേ മനസ്ഥിതിയല്ല, എല്ലാവർക്കും ഡിഫറെന്റ് മൈൻഡാണ്. എല്ലാവർക്കും സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് എന്താ പറയാ ദരിദ്രരെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? എല്ലാവരും ഹെൽപ്പിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണോ? ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ നമ്മൾ ശരി കൊടുക്കണം, പക്ഷെ അത് ഒട്ടും പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന സഹായം അത് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഒരാൾക്ക് ജോലി കൊടുക്കുക, ആൾക്ക് എന്തെങ്കിലും പറ്റുന്ന ഒരു ചെറിയ ജോലി, അപ്പൊ അയാൾ തന്നെ ഏൺ ചെയ്തോളും, അത് അയാളുടെ ഹാപ്പിനെസ്സും കൂടിയാണ്. കാരണം ഒരു ജോലി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രൂപ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു നേട്ടം, അതാണ് ഏറ്റവും വലുത്. അത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് എന്നും ഞാൻ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു മാനസിക വിഷമം ആളുടെ ഉള്ളിൽ നിന്ന് കിടക്കും. അപ്പൊ അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യാ, പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് പഠിച്ച് ഈ പറയുന്ന കോഴ്സ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമല്ല, നമ്മൾ പഠിച്ചെടുക്കുക. പഠിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ അത് എന്താ പറയാ തരുന്ന നോട്ടുകളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങളും നമ്മളും ഒരുമിച്ചിട്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത് അവർ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള സംശയമായിരിക്കണം. വീണ്ടും ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, ബിക്കോസ് വീണ്ടും ടീച്ചേഴ്സ് വന്നിട്ട് അവിടെ പറയും ആ കുട്ടികള് ക്ലാസ്സിൽ കയറിയപ്പോ ടീച്ചറെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ, അപ്പൊ ടോപ്പിക്കിലല്ല, അതായത് പഠിപ്പിക്കുന്ന വിഷയമല്ല, അല്ലാതെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് അവിടെ നിന്ന് എന്നോട് പറയും. അപ്പൊ അത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. സോ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയാം. എന്റെ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതിനനുസരിച്ച് ഞാൻ അതിന് എന്തെങ്കിലും മറുപടി കൃത്യമായിട്ട് തരുന്നതായിരിക്കും. അതർവൈസ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് സംശയം ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സുകൾ എന്താ പറയാ സെപ്റ്റംബർ 8-നാണ് തുടങ്ങുന്നത്, പറഞ്ഞിരുന്നോ? അത് സെപ്റ്റംബർ 8-നാണ് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുക. ഇന്ന് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് നമുക്ക് ഇത് ഉണ്ടാകുക. ആൻഡ് ഈ ഇൻട്രോ ക്ലാസ്സിന്റെ ഒരു ഹാഫ് പാർക്ക് ഉണ്ട്, പകുതി ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ 1 hour കൊണ്ട് തീർക്കുന്നത്. ഇതിന്റെ ബാക്കി ഒരു 1 മണിക്കൂറുണ്ട്. അത് നമ്മളുടെ സ്മാർട്ട്ശ്രീ എഡ്യൂ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് സ്മാർട്ട്ശ്രീ ജയദേവ് സാറിന്റെ ക്ലാസ് ആയിരിക്കും. സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദിവസം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഇൻഫോർമേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിനകത്ത് വരും. അപ്പൊ നിങ്ങൾ അത് നോക്കണം. അപ്പൊ സാറിന്റെ ക്ലാസ് എന്നാണെന്ന് ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യണം. 8-ാം തീയതിയാണ് ക്ലാസ്. എവറി ഡേ നിങ്ങൾക്ക് ക്ലാസ് മൺഡേ ടു ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് ചില കുട്ടികൾ കേൾക്കില്ല, ചില ബാച്ചിലെ കുട്ടികൾ അപ്പൊ മൺഡേ ഫ്രൈഡേ മാത്രം ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് എടുത്ത് എല്ലാ ദിവസത്തിന്റെയും പേര് പറഞ്ഞത്. അപ്പൊ 2 മണിക്കൂർ വീതമായിരിക്കും ക്ലാസ് ഉണ്ടാകുക. ഓക്കെ, 2 മണിക്കൂർ വീതം, അതായത് 1 മണിക്കൂർ ഒരു ടീച്ചർ എടുക്കുന്നു, അടുത്ത നെക്സ്റ്റ് 1 മണിക്കൂർ അടുത്ത ടീച്ചർ വന്നിരിക്കുന്നു. അക്കോർഡിംഗ് ടു അവർ ടൈം ടേബിൾ. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്, ആ ടൈം ടേബിൾ നമുക്ക് തരും. അത് കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കും തരും ആരൊക്കെയാണ് ഓരോ ടീച്ചേഴ്സ് മൺഡേയിലും ട്യൂസ്ഡേയിലും വരുന്നത് എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ നിങ്ങൾ അനുസരിച്ച് വേണം ക്ലാസ് കയറാനായിട്ട്. ഓക്കെ ഓക്കെ ഇനി ഞാൻ ചോദിക്കട്ടെ, ഡു യു ഹാവ് എനി ഡൗട്ട്സ് നൗ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സാംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് സാറിന്റെ ക്ലാസ്സിലായിരിക്കും പറയാം കേട്ടോ. സർട്ടിഫിക്കറ്റ് സംബന്ധിതമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓക്കെ, സാർ ആയിരിക്കും അതിന്റെ ക്ലിയറൻസ് തരിക. ഓക്കെ, പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സിലബസ് 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 4 മൊഡ്യൂൾസ് കേട്ടോ. ഓരോ മൊഡ്യൂളിലും ഫസ്റ്റ് മൊഡ്യൂൾ ഐ തിങ്ക് ഇറ്റ് ഈസ് 11 ചാപ്റ്റേഴ്സ്.
അടുത്ത മൊഡ്യൂളില് സെക്കൻഡ് മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ തേർഡ് മൊഡ്യൂളിലും അതുപോലെ തന്നെ 13 ചാപ്റ്റർ ആൻഡ് ഫോർത്ത് മൊഡ്യൂളില് 11 ചാപ്റ്റേഴ്സ്. അങ്ങനെ മൊത്തം 52 ചാപ്റ്റേഴ്സ് ആണ് ഈ 4 മൊഡ്യൂളുകളിലായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒരു മൊഡ്യൂള് ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കും. ആ ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുന്ന മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് തീരുമ്പോൾ ഒബ്വിയസ്ലി അവര് അടുത്ത സെക്കൻഡ് മൊഡ്യൂളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, ഈ ഒരു മൊഡ്യൂൾ മുഴുവനും തീർന്നില്ലല്ലോ, മറ്റേ ടീച്ചർ പോയി സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഡോണ്ട് വറി, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഇതെല്ലാം കൃത്യമായി നടക്കും. ഓരോ മൊഡ്യൂളും ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ഏത് ചാപ്റ്റർ എടുക്കുന്നതെന്ന് നോട്ട് ചെയ്യുക. ആ നോട്ട് ചെയ്ത് അത് പോകുക. നിങ്ങൾ ഒന്ന് ഒപ്പം നിൽക്കണം. കാരണം ഇങ്ങനെ 3-4 ടീച്ചേഴ്സ് വന്നിട്ടായിരിക്കും ഇങ്ങനെ ഓരോന്ന് എടുക്കാം. അപ്പൊ അത് ഏതൊക്കെ ചാപ്റ്റർ എടുക്കുന്നതെന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വെക്കാം. എന്തെങ്കിലും നമുക്ക് മനുഷ്യന്മാരാണ്, ആർക്കും തെറ്റുപറ്റാം. ചിലപ്പോ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോകാം. എന്ന് വെച്ചാൽ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഡെലിബറേറ്റ്ലി അല്ല കേട്ടോ, മനഃപൂർവ്വം അല്ല. ചിലപ്പോ മനുഷ്യരല്ലേ. ഇപ്പൊ ടീച്ചറുടെ പോർഷനിൽ പെട്ടതായിരുന്നു. അപ്പൊ ആ ടീച്ചറിന്റെ ആണെന്ന് വേറെ ആരും വിചാരിക്കുന്നു, മറ്റേ ടീച്ചർ, അങ്ങനെയൊക്കെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയില്ല. പക്ഷെ സാധ്യത, പ്രോബബിലിറ്റി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു അത്ര. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, സംഭവിക്കാൻ ഇടയൊന്നുമില്ല. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കരുത്. അപ്പൊ നിങ്ങൾക്കും കൂടി ഒരു ധാരണ വേണം. ഇന്ന ചാപ്റ്റർ എടുത്തു, ഇന്ന ചാപ്റ്റർ എടുത്തിട്ടില്ല. ഓക്കെ, അതറിയാലോ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെന്താ പറയേണ്ടത്? അപ്പൊ 8-ാം തീയതി ക്ലാസ്, അതായത് ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓണം സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ്, ഓണമൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് മൈൻഡോട് കൂടി എല്ലാവരും പഠിക്കാനിരിക്കുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടികളായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാൻ വരുമ്പോ കാണണം. ഓക്കെ, അപ്പൊ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ വെഞ്ചർ. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പുതിയ കാര്യം അല്ലെ, പുതിയൊരു സംരംഭം ആണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും നന്നായി ചെയ്യാൻ, തുടക്കവും അവസാനം വരെ നന്നായി പോകാൻ എല്ലാവിധ ആശംസകളും സ്മാർട്ട് ശ്രീയുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരെയാണ്. ആൻഡ് ഓക്കെ, നൗ ഇറ്റ്സ് അവർ ടൈം ടു വൈൻഡ് അപ്പ് ദ ക്ലാസ്. ഷാൽ വി? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, സോ സി യു. ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരെയും കാണണം. കുറച്ച് ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കണം. ടീച്ചർ അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ ആക്റ്റീവ് ആവാൻ ഞങ്ങൾ എന്നല്ല, ലാസ്റ്റ് ഒരു കുറച്ച് സമയം സംശയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് 10 മിനിറ്റ് ഉപയോഗിക്കുക തന്നെ ചെയ്യും. എടുത്തോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് വെറുതെ എന്തിനാ 10 മിനിറ്റ് കളയുന്ന, ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ലാസ്റ്റ് 1-2 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കണോട്ടാ. നിങ്ങളുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ബോറിംഗ് സൗണ്ട് മാത്രം ഇത് മുഴുവനും കേട്ടോണ്ടിരിക്കും, 1 മണിക്കൂർ മുഴുവൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതാകുക. പിന്നെ എന്റെ സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചിലപ്പോ ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്താ പറയാ, അത് ഓരോ പല ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളതുകൊണ്ട് സ്ലാങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറ്റുക, സ്ലാങ് അങ്ങനെ ക്ലിയർ ആകുന്നില്ല എങ്കിൽ എന്താ പറ്റുക, 2 ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ എന്റെ സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന പോലെ അത് മാറ്റാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? സ്പീഡ് ഉണ്ടല്ലേ ഞാൻ ഇതിന് സംസാരിക്കുമ്പോ. എല്ലാവരും പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാ കുട്ടികളും പറയും. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, ഈ കുട്ടികളോട് എല്ലാം വീണ്ടും ഞാൻ ചോദിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സ്പീഡായി പോയി, നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇനി അതിനെ ഒന്ന് ചുരുക്കാന്ന് പറഞ്ഞാൽ ചിലർ ഭയങ്കര ഇങ്ങനെ ഓരോ വാക്ക് പെറുക്കി സംസാരിക്കും. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഇങ്ങോട്ട് അറിയും, മിസ് തുടക്കമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, മിസ് ഇത്തിരി സ്പീഡിലാണ് സംസാരിക്കുന്നത്, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോ എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മളത് കേട്ട് ടീച്ചറിന്റെ ആ കാര്യത്തിലേക്ക് നിങ്ങൾ വരും. അപ്പൊ എന്റെ അടുത്തേക്ക് നിങ്ങൾ വരണം. ഓക്കെ, അപ്പൊ അതും ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ബൈ, സി യു. താങ്ക് യു. Thank you, Miss. ഓക്കെ, Thank you, ma'am. താങ്ക് യു. Thank you. Thank you so much. Thank you, Miss.